വിഷയത്തിനകത്ത് ഇവിടെ നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ തന്നെ യുവജന സംഘടനയുടെ കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ പരിപാടിയിൽ ഈ സെഷനിൽ പങ്കെടുക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രംഗത്ത് വന്ന കേരളത്തിൻ്റെ ഈ പൊതുമണ്ഡലത്തിൽ വളരെ സജീവമായ യുവ സാന്നിധ്യങ്ങളാണ് ഇവരൊക്കെ. ടി ജിസ്മോൻ AYFൻ്റെ നേതാവാണ്. ഷിബു മീരാൻ യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റാണ്. വി വസീഫ് DYFയുടെ സംസ്ഥാന പ്രസിഡന്റ്. സിറിയക് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് മാണി യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അപ്പോൾ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. സർഗാത്മക യൗവനം പൊതുജീവിതത്തിൽ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ കേരളം രൂപപ്പെട്ടതും ഈ ആധുനിക കേരളത്തിലേക്ക് നമ്മൾ ഒക്കെ എത്തിപ്പെട്ടതുമൊക്കെ വലിയ വലിയ സമരങ്ങളിലൂടെയും വലിയ വലിയ സർഗാത്മക ഇടപെടലും ഒക്കെയാണ്. ആ ഘട്ടത്തിലൊക്കെ ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും സർഗാത്മക ജീവിതവുമൊക്കെ ഒരേ ധാരയിൽ ഒന്നുപോലെ പോകുന്നതായി നമുക്ക് നമ്മളെ നയിച്ചിരുന്ന പഴയകാല നേതാക്കന്മാരുടെയൊക്കെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അറിയാം. വളരെ കൃത്യമായി അവരുടെ രാഷ്ട്രീയ ജീവിതവും എഴുത്തും വായനയും സാഹിത്യവും നാടകവും ഒക്കെയുള്ള ഒരു വലിയ കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ നാടും നമ്മളെ നയിച്ച പഴയകാല നേതാക്കളൊക്കെ വളർന്നു വന്നത്. പക്ഷേ ഇന്ന് ഒരു കാലഘട്ടം നമുക്കറിയാവുന്ന പോലെ കാലഘട്ടം മാറി വരുന്നൊരു സാഹചര്യത്തിൽ അത് എത്രത്തോളം സാധ്യമാവുന്നുണ്ട് എന്നത് വലിയൊരു ചോദ്യമാണ്. നമ്മുടെ സർഗാത്മക യൗവനം എന്നൊക്കെ പറയുന്നത് അത് എത്രത്തോളം നമ്മുടെ നാട്ടിൽ സാധ്യമാവുന്നുണ്ട്, പുതിയ കാലത്ത് അത് എത്രത്തോളം സാധ്യമാവുന്നുണ്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ബാക്കിയാവുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട യുവജന നേതാക്കളൊക്കെ നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷേ ഏതായാലും ഈ സാഹിത്യോത്സവം DYFI സംഘടിപ്പിക്കുന്ന ഈ സാഹിത്യോത്സവം എന്നത് തന്നെ ഈ സർഗാത്മക യൗവനത്തിന് ഏറ്റവും വലിയൊരു മാതൃകയായി മാറുന്നൊരു ഉത്സവം കൂടിയാണ്. നമുക്കതിൽ തന്നെ തുടങ്ങാം. ജിസ്മോൻ, എങ്ങനെയാണ് DYFIയുടെ ഈ ഒരു സാഹിത്യോത്സവത്തെ AYF നിങ്ങൾ സഹോദര സംഘടനകൾ കൂടിയാണ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യം തന്നെ പങ്കുവെക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. ഈ അരാഷ്ട്രീയവൽകൃതമായ ഒരു സമൂഹം നമുക്ക് ചുറ്റും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ DYFI തീർച്ചയായും ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടി നമ്മുടെ പുതിയ തലമുറയെ, പ്രത്യേകിച്ച് ഒരു അരാഷ്ട്രീയവൽകൃതമായൊരു സമൂഹത്തെ ഒരു രാഷ്ട്രീയ ബോധ്യത്തിൻ്റെയും ഒരു സർഗാത്മകമായ ഒരു യൗവനത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചുവടുവെപ്പ് കൂടിയായി ഈ പരിപാടിയെ കാണാൻ കഴിയും എന്ന് തന്നെയാണ് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഇന്നിവിടെ ഈ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം തന്നെ വളരെ പ്രസക്തമായൊരു വിഷയമാണ്. നമ്മുടെ പൊതുസമൂഹം വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണ്. കാരണം കേരളവും ഇന്ത്യയും ലോകവുമെല്ലാം ഇത്തരം സർഗാത്മകമായ മുന്നേറ്റങ്ങളിലൂടെയാണ് ഇന്ന് കാണുന്ന നേട്ടങ്ങളിലേക്കെല്ലാം നമുക്ക് കടന്നു വരാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഈ കേരളത്തിൽ ഉണ്ടായ നവോത്ഥാന സാമൂഹിക മുന്നേറ്റങ്ങളെല്ലാം ഈ പറഞ്ഞ രീതിയിൽ ഒരു സർഗാത്മകമായ പ്രവർത്തനങ്ങളിലൂടെയാണ് തീർച്ചയായും ഒരു വലിയ മാറ്റങ്ങളിലേക്ക് നമുക്ക് പലപ്പോഴും കടന്നു വരാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനെല്ലാം കേരളത്തിൽ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി തുടക്കം കുറിച്ച ഒട്ടനവധിയായ വ്യക്തികളുണ്ട്. ഒരാളുടെ പേര് ഈ അവസരത്തിൽ പറയാതെ ഞാൻ പോകുന്നില്ല. ഇപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഇപ്പോൾ 150-ാം രക്തസാക്ഷി വാരാചരണം കഴിഞ്ഞ ദിവസമാണ് ആചരിച്ചത്. അപ്പോൾ അദ്ദേഹമാണ് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഈ സാമൂഹിക നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഒരുപക്ഷെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതിന് 30 വർഷങ്ങൾക്ക് മുമ്പ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അത്തരത്തിലൊരു പ്രതിഷ്ഠ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ അയ്യങ്കാളി നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നടത്തിയ ആദ്യത്തെ പണിമുടക്ക് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അത്തരത്തിലൊരു പണിമുടക്ക് സമരം തുടക്കം കുറിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഞാനതിവിടെ സൂചിപ്പിക്കാനുള്ള കാര്യം, ഇത്തരത്തിൽ സർഗാത്മകമായ നിലപാടുകളിലൂടെയാണ് മാറ്റങ്ങളുടെ തുടക്കമുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ KPSC പോലുള്ള പ്രസ്ഥാനങ്ങളിലൂടെ അവരുടെ നാടകങ്ങളിലൂടെ ഉണ്ടാക്കിയ സാമൂഹിക പരിഷ്കരണങ്ങൾ, അപ്പോൾ ഇത്തരത്തിലൊരു സർഗാത്മകമായ ഒരു യുവത്വത്തെ വളർത്തിയെടുക്കാൻ, തലമുറയെ വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ മാത്രമേ നമുക്കൊരു സാമൂഹികമായ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പുതിയ തലമുറയിൽ നമ്മൾ പലരും പുതിയ തലമുറയെ നമ്മൾ പലതരത്തിലും അധിക്ഷേപിക്കാറുണ്ട്, സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തവരാണ് എന്നുള്ളത്. അങ്ങനൊരു അഭിപ്രായം തീർച്ചയായും ഞങ്ങൾക്കാർക്കുമില്ല. പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാണ് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഗുണകരമായി അവരെ മാറ്റി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം ഫലപ്രദമായി ഇടപെടുവാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും
യുവജന സംഘടനകൾക്കുമെല്ലാം ഫലപ്രദമായി കഴിയുന്നുണ്ട് എന്നുള്ളതൊരു പ്രസക്തമായ ചോദ്യമാണ്. സ്വയം വിമർശനപരമായി ഇപ്പോൾ ഒരു യുവജന സംഘടനയുടെ പ്രതിനിധി എന്ന നിലയിൽ പോലും അത്തരത്തിൽ യുവജനങ്ങളെ അങ്ങനെ സർഗാത്മകമായ അവരുടെ കഴിവുകളെ സാമൂഹികമായ മാറ്റത്തിന് വേണ്ടി ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു സ്വയം വിമർശനം കൂടി ഇത്തരം വേദികളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അവരെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്തവരാണ് എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്നതിന് പകരം അവരെ കൂടി ഹൃദയത്തോടൊപ്പം ചേർത്ത് അവരുടെ ചിന്തകൾക്കും രീതികൾക്കും അനുസരിച്ച് നമ്മുടെ പരിപാടികളിലും പ്രവർത്തന രീതികളിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു വലിയ സാമൂഹിക പുരോഗതിയിലേക്ക് നമ്മുടെ സമൂഹത്തെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അതിന് തീർച്ചയായും ഇത്തരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും എല്ലാം ഗുണകരമായി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. ആ പ്രവർത്തനങ്ങളിലേക്ക് കടക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇവിടെ ജിസ്മോൻ സൂചിപ്പിച്ചതുപോലെ അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജിസ്മോൻ പറഞ്ഞു, നമ്മളെ യുവതലമുറയെക്കുറിച്ചാണ്. അത് സ്വാഭാവികം നമുക്കറിയാം, നമ്മുടെ നാട് നേരിട്ട വലിയ പ്രതിസന്ധികൾ അല്ലേ, കോവിഡ് കാലത്തായാലും അല്ലെങ്കിൽ പ്രളയകാലത്തായാലും ഒക്കെ നമ്മുടെ നാടിനെ ഒരു വലിയ രീതിയിലുള്ള അതിജീവനത്തിന് വേണ്ടി വലിയ രീതിയിൽ പുറപ്പെട്ടു വന്നത് യുവജനങ്ങളും വിദ്യാർത്ഥികളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തം നടന്നപ്പോഴൊക്കെ നമ്മളവിടെ ലൈവായി ഈ ദുരന്തമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ ആയിരക്കണക്കിന് യുവജനങ്ങളാണ് അവിടെ ഈ ഒരു അതിജീവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രംഗത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ഒരു പ്രവർത്തനങ്ങൾ നമുക്ക് ഒരിക്കലും ചെറുതായി കാണാൻ വേണ്ടി പറ്റില്ല. അതോടൊപ്പം തന്നെ നമുക്കറിയാം യുവജന സംഘടനകൾ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡിവൈഎഫ്ഐ ഉൾപ്പെടെ കോടിക്കണക്കിന്, പക്ഷേ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ അങ്ങനെ ഒരു ചരിത്രം ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു സാഹചര്യം. അപ്പോൾ അത്തരം രീതിയിലാണ് യുവജനങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഷിബു, ആദ്യമായി ഇങ്ങനെയൊരു കൂട്ടായ്മ, ഇങ്ങനെയൊരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്ന ഡിവൈഎഫ്ഐ നേതൃത്വത്തെ അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മളാളുകളൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു കാലമാണ്. 30 സെക്കൻഡിനപ്പുറത്തേക്ക് ഒന്നും കേൾക്കാനോ വായിക്കാനോ ഒന്നും ക്ഷമയില്ല എന്നൊരാക്ഷേപം പൂർണ്ണമായും ശരിയല്ലെങ്കിൽ കൂടി ഇന്നത്തെ ചെറുപ്പക്കാരെ കുറിച്ചുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെറുപ്പക്കാർ കൂടിച്ചേരുന്നിടത്ത് സർഗാത്മകതയുടെ ഒരു വസന്തത്തെ മടക്കിക്കൊണ്ടുവരാൻ ഡിവൈഎഫ്ഐ നടത്തുന്ന ഈ ഇടപെടലിനെ എല്ലാ അർത്ഥത്തിലും ആദ്യമായി ആദരവോടെ അഭിവാദ്യം ചെയ്യുകയാണ്. ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചാണ് നമ്മളിവിടെ വിചാരപ്പെടുന്നത്. ക്രിയേറ്റിവിറ്റി എന്നത് വളരെ ശക്തമായൊരു സംഗതിയാണ്. 1975 ജൂൺ മാസം 28 ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ക്ലാസിഫൈഡ് പരസ്യം വന്നു. 20 രൂപ കൊടുത്ത് 22 വാക്കുകളുള്ള പരസ്യം കൊടുത്തത് 26 വയസ്സുള്ള അഭിലാഷ് മോഹൻ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനാണ്. മൂപ്പര് കൊടുത്തത് ഇങ്ങനെയാണ്: ഓ ക്രേസി ഡം, ബിലൗഡ് ഹസ്ബൻഡ് ഓഫ് ടി റൂത്ത്, ബിലൗഡ് ഫാദർ ഓഫ് L.I. ബെർട്ടി ആൻഡ് ബ്രദർ ഓഫ് ഫെയ്ത്ത് ആൻഡ് ജസ്റ്റിഷ്യ, പാസ്റ്റ് എവേ ഓൺ ജൂൺ 26 എന്നാണ്. അങ്ങനെ ആ കുത്തുകൾ അങ്ങോട്ട് മാറ്റിയിട്ട് ചേർത്ത് വായിച്ചാൽ കടുത്ത സെൻസർഷിപ്പിൻ്റെ ഒരു കാലമായിരുന്നു അതിങ്ങനെ വായിക്കാൻ പറ്റും. ജനാധിപത്യം, സത്യത്തിൻ്റെ പിതാവായ, ലിബർട്ടിയുടെ ഭർത്താവായ, വിശ്വാസത്തിൻ്റെയും അതേപോലെ തന്നെ നീതിയുടെയും സഹോദരനായ ജനാധിപത്യം മരിച്ചു എന്ന സെൻസർഷിപ്പിനൊക്കെ മറികടന്ന് ആ ചെറുപ്പക്കാരൻ മനോഹരമായി പറഞ്ഞു വച്ചു. അത് ക്രിയേറ്റിവിറ്റിയുടെ ഒരു ശക്തി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ പൊതുവിൽ ഇവിടെ കുട്ടേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായും അത് ശരിയല്ല. സമ്പൂർണ്ണമായും ചെറുപ്പക്കാരുടെ സാമൂഹ്യ പ്രതിബദ്ധത നഷ്ടപ്പെട്ടു എന്ന് കോവിഡിൻ്റെ, വയനാട് പ്രളയത്തിൻ്റെ, ഈ ദുരന്തത്തിൻ്റെ ഒന്നും പശ്ചാത്തലത്തിൽ നമ്മൾ പറയുന്നത് അനീതിയാണ്. എന്നിരുന്നാൽ കൂടി ഗൗരവത്തിൽ രാഷ്ട്രീയം സംസാരിക്കുന്ന, സർഗാത്മകമായി അതിൽ ഇടപെടുന്ന കാര്യത്തിൽ ചില പരിമിതികൾ ഉണ്ടാവുന്നുണ്ട് എന്നത് സത്യമാണ്. ഞങ്ങൾ കാണുന്നത് ഡിവൈഎഫ്ഐയുടെ ഈ ഉദ്യമത്തെ, ഈ ശ്രമത്തെ ഞങ്ങൾ മാതൃകാപരമായി കാണുന്നത് അതിനെ മറികടക്കുന്നതിൽ പൊതുവായൊരു പ്ലാറ്റ്ഫോം യുവജന സംഘടനകൾക്ക് സൃഷ്ടിക്കാൻ കഴിയണമെന്ന അർത്ഥത്തിലാണ്. ഞാൻ വളരെ പെട്ടെന്ന് പറയാം. ഇപ്പോൾ നമ്മളൊക്കെ കേൾക്കുന്ന ചെഗുവേരയുടെ വിഖ്യാതമായ ഒരു ആഹ്വാനമുണ്ട്: ഇഫ് യുവർ മൈൻഡ് ഈസ് ട്രംബിൾ വിത്ത് എവറി ഇൻഡിഗ്നേഷൻ ദെൻ യു ആർ എ കോമ്രേഡ് ഓഫ് മൈൻ എന്നാണ്. നിങ്ങൾക്ക് ഒരു അനീതി കാണുമ്പോൾ മുഷ്ടി ചുരുട്ടണമെന്ന് തോന്നുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കിടയിൽ ഒരു ബന്ധം രൂപപ്പെടും. അത് സഖാവിൻ്റേതാണ്. ഇത് ഏതെങ്കിലും ഒരു യുവജന സംഘടനയുടെ പ്രവർത്തകരോടോ ചെഗുവേരയുടെ ചുറ്റും നിന്ന ചെറുപ്പക്കാരോടോ നടത്തിയൊരു ആഹ്വാനം എന്ന നിലക്ക് ഞങ്ങൾ കാണുന്നില്ല. ചെഗുവേര പൂർണ്ണമായും നിങ്ങൾക്ക് വിട്ടുതരാനും ഞങ്ങൾ തയ്യാറില്ല. ചരിത്രം അവസാനിക്കുന്ന ഒരു ബിന്ദു ഉണ്ടെങ്കിൽ ആ അവസാനത്തെ ബിന്ദു വരെ യൗവനം എന്ന ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകാനിരിക്കുന്ന
എല്ലാ മനുഷ്യരോടും നിങ്ങളുടേതായ ശരികളും നിങ്ങളുടേതായ ബോധ്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ സമരം ചെയ്യുക എന്ന ചെഗുവേരയുടെ ആഹ്വാനം എല്ലാവരും ഏറ്റെടുത്താൽ കുറേ കൂടി മെച്ചപ്പെട്ടൊരു ലോകം സൃഷ്ടിക്കാൻ കഴിയും. നമ്മൾ ഉപേക്ഷിച്ച് പോകുന്ന ഈ ശൂന്യസ്ഥലികളിലേക്ക് വർഗീയ ശക്തികൾ ശക്തമായി കടന്നു വരും നമ്മൾ കാണുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെയും കൂടിയാണ്. അവരും പാട്ട് എഴുതുന്നുണ്ട്, അവരും കവിതകൾ എഴുതുന്നുണ്ട്. ഹിന്ദുത്വ പോപ്പ് എന്ന് പറയുന്ന ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഏരിയ തന്നെ ഉണ്ട്. അതിലൊക്കെ ഉള്ള വരികൾ ഉത്തരേന്ത്യയിലൊക്കെ ഹൈന്ദവ മത സമൂഹങ്ങളുടെ വളരെ സെക്കുലറായി കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു വന്നിട്ടുള്ള ആരാധനാ സ്ഥലങ്ങളിലേക്ക് ചടുലമായ സംഗീതത്തിൻ്റെ അകമ്പടിയോടെ ഈ ഹിന്ദുത്വ പോപ്പ് വരികയാണ്. എന്നിട്ട് മുല്ലാക്കാട്ട് ജായങ്ക എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പക്കാരെ അതിനൊപ്പിച്ച് ചൂട് വെപ്പിച്ച് അവർ കൂടി സജ്ജരാക്കുന്ന ഈ ക്രിയേറ്റിവിറ്റിയുടെ ഇടങ്ങളെപ്പോലും പ്രതിലോമകരമായ വർഗീയ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്ന ഈ കാലത്ത് നമ്മൾ വിയോജിപ്പൊക്കെ ഒരു ഭാഗത്തുണ്ടാവും. അപ്പോഴും യോജിപ്പിൻ്റെ ഇടങ്ങൾ കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് കണ്ടെത്തി കൈകോർത്ത് പ്രതിരോധിക്കുക തന്നെ വേണം. ആ അർത്ഥത്തിൽ ഇവിടെ വരാനും ഇവിടെ ഇരിക്കാനും നിങ്ങളോട് സംസാരിക്കാനും കഴിയുന്നതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. എല്ലാ ആത്മാർത്ഥതയോടെയും DYFIയുടെ പരിശ്രമത്തെ ഞങ്ങൾ വീണ്ടും അഭിവാദ്യം ചെയ്യുകയാണ്. സിറിയക്ക് സംസാരിക്കും. ആദ്യമേ തന്നെ DYFI യുവധാര യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എനിക്ക് തോന്നുക ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു യുവജനങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ സംഘടിപ്പിക്കപ്പെടുന്ന 10,000-കണക്കിന് ചെറുപ്പക്കാർ ഒഴുകിയെത്തുന്ന വലിയൊരു മഹാസംഭവമായി അത് മാറിയിരിക്കുന്നു. ഇത് ചരിത്രത്തിൽ ഇടം പിടിക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത് മറ്റ് സംഘടനകൾക്ക് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടുള്ളതുപോലെ മാതൃകാപരമായ ഒന്നായിരിക്കുന്നു എന്നുള്ളതിൽ ഹൃദയപൂർവ്വം കേരള യൂത്ത് ഫ്രണ്ട് എമ്മിൻ്റെ അഭിവാദ്യങ്ങൾ നേരുവാനായിട്ട് ഈ അവസരം വിനിയോഗിക്കുക. രണ്ടാമതായിട്ട് ഇവിടെ എല്ലാ മേഖലകളിലും ചർച്ച ചെയ്യപ്പെടുന്നതുപോലെ യൗവനം എന്ന് പറയുന്നത് ജാതിമത വർഗീയ ചിന്തകൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒന്നായി മാറ്റപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം പരിപോഷിപ്പിക്കേണ്ടത് തീർച്ചയായും സർഗാത്മകതയെ. ആ സർഗാത്മകതയിൽ ഊന്നി നിന്നുള്ള പ്രവർത്തനങ്ങൾ എവിടെ അവസാനിപ്പിക്കപ്പെടുന്നുവോ അവിടെ ഇത്തരത്തിൽ ജാതിപരമായ വർഗീയമായ വിദ്വേഷപരമായ ചിന്തകളുടെ സ്ഥാനം കൂടുകയാണ്. അപ്പോൾ യുവാക്കൾ പൂർണ്ണമായും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മാറ്റപ്പെട്ടിട്ടില്ല എന്നുള്ളതിന് ഇവിടെ നടക്കുന്ന ഈ പ്രോഗ്രാം തന്നെ തെളിവാണ്. അപ്പോൾ ഇത് ഏറ്റവും പരിപോഷിപ്പിക്കപ്പെടുന്ന വിധത്തിലേക്ക്, കൂടുതൽ കാലാനുസൃതമാകുന്ന വിധത്തിലേക്ക്, കൂടുതൽ ജനകീയമാകുന്ന വിധത്തിലേക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ കൂടുതലായി സംഘടിപ്പിക്കപ്പെടുമ്പോൾ അവിടെ വലിയ ഒരു അതിർവരമ്പ് സൃഷ്ടിച്ചുകൊണ്ട് യുവജനങ്ങളുടെ സർഗശേഷിയെ കൂടുതലായി പരിപോഷിപ്പിക്കപ്പെട്ടുകൊണ്ട് അത് നാടിന് അഭിമാനകരമാകുന്ന വിധത്തിൽ യൗവനത്തെ മാറ്റിയെടുക്കുവാനായിട്ട് ഓരോ കാലഘട്ടത്തിലും ചരിത്രത്തിന് പിറവിയെടുക്കുന്നുണ്ട് എങ്കിൽ അതിന് മിക്കവാറും എല്ലാം യൗവനതൃഷ്ണരായിട്ടുള്ള വലിയ നേതാക്കളുടെ അവരുടെ നേതൃത്വമാണ് എങ്കിൽ അത്തരത്തിലുള്ള നേതൃത്വത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിനുള്ള ഒരു പുനഃസൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള വലിയ സംഘാടനമായി ഈ പ്രോഗ്രാം മാറട്ടെ. എല്ലാവിധമായ ആശംസകളും ആദ്യമേ തന്നെ നേരുക. വസീഫ്, അപ്പോൾ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് തോന്നിയ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത് സനോജും വസീഫിൻ്റെയും ഭാരവാഹികളുള്ള സമയത്താണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പുതു ആവേശം അല്ലെങ്കിൽ എങ്ങനെയാണ് യൂത്ത് ഈ ഒരു ആഘോഷത്തെ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലാണ് എങ്ങനെയാണ് ഇത് ഏറ്റെടുക്കുന്നത്? ഇത് നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിലും പൊതുമണ്ഡലത്തിലും ഉണ്ടാക്കുന്ന ഒരു ചലനങ്ങൾ എങ്ങനെയൊക്കെയാണ്? കുട്ടൻ, ഇവിടെ ഞങ്ങൾ ഈ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു മുദ്രാവാക്യമുണ്ട്, സെലിബ്രേഷൻ ഓഫ് ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. ഈ ഒരു കാലം എന്ന് പറയുന്നത് ദാബോൽക്കറും ഗൗരി ലങ്കേഷും ഒക്കെ നമ്മുടെ മുമ്പിൽ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു സമയമാണ്. എന്തെഴുതണം, എന്ത് പറയണം, എന്ത് പാടണം, നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ പോപ്പ് സംഗീതം എങ്ങനെ വരണം എന്ന് ഭരണകൂടം തന്നെ തീരുമാനിക്കുന്ന ഒരു കാലത്ത്, നേരത്തെ വക്കീൽ പറഞ്ഞത് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട്. അന്ന് ജനാധിപത്യം മരിച്ചു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ എഴുതുന്ന സമയത്ത് അടിയന്തരാവസ്ഥ നിയമപരമായി കൊണ്ടുവന്നൊരു സമയത്ത്, അത് കൊണ്ടുവന്നത് നിർഭാഗ്യവശാൽ നിങ്ങളുടെ കൂടെ ഇപ്പോഴുള്ള കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ഇവിടെ അത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് അന്നത്തെ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ വെല്ലുന്ന തരത്തിലുള്ള അപ്രഖ്യാപിത അടിയന്തരാവസ്ഥകൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടം ഞങ്ങളോട് ഈ കാലഘട്ടം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിരോധം, സാംസ്കാരിക പ്രതിരോധം എന്നുള്ള നിലക്ക് ഇതാലോചിച്ചത്. ഇന്ന് ദേശീയ യുവജന ദിനമാണ്.
സ്വാമി വിവേകാനന്ദൻ്റെയൊക്കെ ചിന്തകൾ ചെറുപ്പക്കാരോട് യുവജനങ്ങളോട് പറഞ്ഞ കോട്ടുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. നല്ല ഇച്ഛാശക്തിയുള്ള ചെറുപ്പക്കാരാണ്, യുവജനങ്ങളാണ് നാടിനാവശ്യം, ലോകത്തിനാവശ്യം എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം കൂടിയാണ് ഇന്ന്. ഇപ്പം ഞങ്ങൾ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, രാജ്യത്ത് വിഭജനങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെയും ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഞാൻ ഹാരിസിനോടും ജിസ്മോനോടൊക്കെ സംസാരിക്കുകയായിരുന്നു. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ ഒരു പ്രക്ഷോഭത്തിനിറങ്ങിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് CIA വിരുദ്ധ സമരത്തിന് നമ്മുടെ തെരുവുകളിലിറങ്ങിയ വലിയ പോരാട്ടത്തിനായിരുന്നു. അത് DYFI നടത്തിയതും മറ്റ് സംഘടനകൾ നടത്തിയതിനുമൊക്കെ വലിയ പങ്കാളിത്തമുണ്ടായിരുന്നു. കേരളത്തിലെ ചെറുപ്പമാകെ, യുവജനങ്ങളാകെ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തെരുവിലിറങ്ങി വിഭജനങ്ങൾക്കെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന സന്ദേശം കൊടുത്തു. രാജ്യത്തെ ഈ വിഭജനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന സംഘപരിവാറുകാർ ഈ കേരളത്തെ ചൂണ്ടിക്കാണിച്ച് പലതും പറയുന്നുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്, നേരത്തെയും പറയുന്നുണ്ട്. ഈ സമരങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് അവർ പറയുന്നത് കേരളം മറ്റെന്തോ ഒരു സ്ഥലമാണ്, ഒരു തുരുത്താണ്. അതുകൊണ്ടാണ് സാമ്പത്തികമായിട്ടായാലും രാഷ്ട്രീയമായിട്ടായാലും കേരളത്തെ ആക്രമിക്കാൻ ബോധപൂർവമായി ശ്രമിക്കുന്നത്. അതൊരു ഇടതുപക്ഷ ഗവൺമെൻറ് ഇവിടെ ഭരിക്കുന്നത് കൊണ്ട് മാത്രമല്ല. ഇവിടെ ഈ ജനങ്ങൾ മതനിരപേക്ഷതയോടൊപ്പം സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച്, മാനവികത ഉയർത്തിപ്പിടിച്ച് ഈ നാടിനകത്ത് അഭിമാനത്തോടു കൂടി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. അവിടെ വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വലിയ താക്കീതായി തന്നെയാണ് ഞങ്ങൾ ഈ സെലിബ്രേഷൻ ഓഫ് ഡൈവേഴ്സിറ്റി എന്ന മുദ്രാവാക്യം വെച്ച് യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ നടന്നൊരു സെഷനിൽ CP ജോൺ, നിങ്ങൾക്കറിയാം, ഞങ്ങളിൽ നിന്ന് കലഹിച്ച് പുറത്തു പോയ ആളാണ്. പല കാരണങ്ങളാൽ പുറത്തുപോയ അദ്ദേഹത്തെ പോലും ഞങ്ങളുടെ ഒരു വേദിയിൽ, അതായത് യുവധാരയാണ്, DYFIയുടെ മുഖമാസികയാണ്, ആ വേദിയിൽ അദ്ദേഹം ഇന്ന് 1 മണിക്കൂറോളം ഇരുന്ന് സംസാരിച്ചപ്പോൾ അത് ഈ പുതിയ കാലഘട്ടത്തിലെ അന്നാ സെബാസ്റ്റ്യൻ്റെ മരണം ഉൾപ്പെടെ ആണ് ചർച്ച ചെയ്തത്. ആ വിഷയത്തിൽ അവിടെ ഈ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് വർദ്ധിച്ചു വരുന്ന ആഴ്ചയിൽ ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും ഒക്കെ നമ്മുടെ ജീവനക്കാർ പോലും ഇരിക്കുന്നുണ്ട്. നമ്മുടെ പ്രൊഫഷണൽ സബ് കമ്മിറ്റിയിലെ 35-36 മണിക്കൂർ ജോലി ചെയ്തതിൻ്റെ അപ്പുറത്തേക്ക് 70 മണിക്കൂർ ജോലി ചെയ്യണം എന്നാവശ്യപ്പെടുന്ന സർക്കുലറുകൾ രാജ്യത്തും ലോകത്തും ഒക്കെ ഇറക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് ഗവൺമെൻറ് പോലും നമ്മുടെ IT സിറ്റി എന്നറിയപ്പെടുന്ന ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് IT രംഗത്ത് സ്റ്റാർട്ടപ്പുകൾ കൂടുതലുള്ള സ്ഥലത്ത് അങ്ങനെ 8 മണിക്കൂർ ജോലി എന്നതിൻ്റെ അപ്പുറത്തേക്ക് 14 മണിക്കൂർ ജോലി ചെയ്യിക്കാം എന്നുള്ള സർക്കുലറുകൾ ഇറക്കാൻ മടി കാണിക്കാത്ത ഈ കാലത്ത് അതാണ് പ്രശ്നം. ഞങ്ങൾ ഇവരെ ഒക്കെ കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് CP ജോൺ പറയുകയാണ്, ഇത് കേവലം തൊഴിലാളി സംഘടനകളുടെ ഒരു ഐക്യനിര മാത്രമല്ല, യുവജനങ്ങളും വിദ്യാർത്ഥികളുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഐക്യപ്പെടേണ്ടിടത്തെല്ലാം ഐക്യപ്പെടണം എന്ന് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ ശത്രു ഈ വിഭജന രാഷ്ട്രീയമാണ്. ആ വിഭജന രാഷ്ട്രീയത്തിനെതിരെയുള്ള പ്രതിരോധമായിട്ടാണ് DYFI ഈ സെലിബ്രേഷൻ ഓഫ് ഡൈവേഴ്സിറ്റി യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ജിസ്മോൻ ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ചരിത്രം ഓർമ്മിപ്പിച്ചു. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പോരാട്ട ചരിത്രം, ഒരു കാലഘട്ടത്തിൽ അല്ലെ അന്നത്തെ ഒരു പ്രമാണിമാരുടെ ഈ അനാചാരങ്ങൾക്കെതിരെ സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയൊക്കെ വലിയ പോരാട്ടം നടത്തി. പക്ഷേ ഏതാണ്ട് ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ നവോത്ഥാനത്തിലൂടെയൊക്കെ വന്ന് കേരളം വലിയ രീതിയിൽ സാംസ്കാരിക പ്രബുദ്ധമായി, രാഷ്ട്രീയ പ്രബുദ്ധമായി എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു പുതിയ കാലത്തും നമ്മുടെ പഴയ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നമുക്കത് പല ഘട്ടങ്ങളായിട്ട് അനുഭവങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിനെതിരെയൊക്കെ എന്താണ് യുവജന സംഘടനകൾ ഇവിടെ ചെയ്തിട്ടുള്ളത്? എന്തുതരം സാംസ്കാരിക പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത്? തീർച്ചയായും അത് ഈ വിഷയത്തിനകത്ത് തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്കൊരു സർഗാത്മകമായ ഒരു പൊതുജീവിതം അല്ലെങ്കിൽ സർഗാത്മകതയിലൂന്നിയ ഒരു പൊതുപ്രവർത്തനം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ യുവജന സംഘടനകൾക്ക് മാത്രം കഴിയുന്ന കാര്യമല്ല, മറിച്ച് നമ്മുടെ സമൂഹം ഒന്നാകെ ഒരു പൊതുപ്രവർത്തകനെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. അങ്ങനെ ഒരു സർഗാത്മകതയിലൂന്നിയ ഒരു പൊതുപ്രവർത്തകൻ ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു യുവതലമുറ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുപ്രവർത്തനത്തിലേക്ക് പുതിയ തലമുറ കടന്നു വരുന്നതിന് അവർക്ക് എന്തെല്ലാം വിലക്കുകളാണ് നേരിടേണ്ടി വരുന്നത്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഒരു പൊതുപ്രവർത്തകനായി, ഇപ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിട്ടോ അല്ലെങ്കിൽ യുവജന സംഘടനാ പ്രവർത്തകനായിട്ടോ ഒരു പൊതുപ്രവർത്തകനായി കടന്നു വരുമ്പോൾ, യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിട്ട് മാത്രം ഞാൻ ചുരുക്കുന്നില്ല, ഒരു പൊതുപ്രവർത്തകനായി കടന്നു വരുമ്പോൾ ആദ്യം അവൻ്റെ വീടുകളിൽ നിന്നുണ്ടാകുന്ന ചോദ്യം
എങ്ങനെ ഒരു പൊതുപ്രവർത്തകനായി മുന്നോട്ട് പോകാൻ കഴിയും, അവൻ്റെ സമൂഹം അവനോട് ചോദിക്കുന്ന ചോദ്യം. അങ്ങനെ പലതരത്തിലുള്ള വിലക്കുകളെ അതിജീവിച്ചുകൊണ്ടാണ് ഒരു പൊതുപ്രവർത്തകൻ സ്വാഭാവികമായിട്ടും രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ പൊതുപ്രവർത്തകരെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ സമൂഹം തയ്യാറാകാത്ത, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഏറ്റവും ഒരു അരാഷ്ട്രീയമായ ഒരു യുവ സമൂഹം വളർന്നു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവുകൾ സഹിതമാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ വന്ന വാർത്ത. അപ്പോൾ ആ വാർത്തയ്ക്കകത്ത് പറയുന്നത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതനുസരിച്ചിട്ട് പുതിയ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു 18 വയസ്സ് പൂർത്തീകരിച്ച യുവതലമുറയിൽപ്പെട്ടവരിൽ 70% പേരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് വോട്ട് ചെയ്യാൻ, ഇന്ത്യയുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, വോട്ട് ചെയ്യുന്നതിന് വേണ്ടി രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ ഇടപെടേണ്ട യുവതലമുറ 70% വരുന്ന 18 വയസ്സ് പൂർത്തീകരിച്ചവർ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാൻ പോലും വിമുഖമായ ഒരു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി കമ്മീഷൻ തന്നെ ഇപ്പോൾ തീരുമാനിച്ച് പ്രത്യേകമായ പരിപാടികൾ നടത്തി ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏജൻസികളെ തന്നെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് സ്വീകരിക്കുന്നൊരു സ്ഥിതി. അപ്പോൾ തീർച്ചയായും ഒരു അരാഷ്ട്രീയവൽക്കരണത്തിൻ്റെ, വലിയ അരാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഒരു പുതിയ മുഖമാണ് നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായും യുവജന സംഘടനകളും നമ്മുടെ പൊതുസമൂഹവും എല്ലാം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ നിന്ന് യുവജനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെയും അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല, പൊതുവിൽ നമ്മുടെ സമൂഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ പോലും ഇടപെടുവാൻ, നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളിൽ പോലും ഇടപെടുവാൻ നമ്മുടെ യുവതലമുറ ഇങ്ങനെ വിമുഖത കാണിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ട് പോകുന്നു? അവരിൽ വളർത്തിക്കൊണ്ടുവരേണ്ട രാഷ്ട്രീയ ബോധമുണ്ട്, അതുപോലെ തന്നെ അവരിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ട സാമൂഹിക പ്രതിബദ്ധതയുണ്ട്, അവരിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു പൊതുബോധമുണ്ട്. ആ രാഷ്ട്രീയ പ്രബുദ്ധതയും പൊതുബോധവുമെല്ലാം സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ പൊതുസമൂഹത്തിന് വലിയ വീഴ്ചയുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു പൊതുപ്രവർത്തകനെ വാർത്തെടുക്കേണ്ട നമ്മുടെ സമൂഹം പലപ്പോഴും പൊതുപ്രവർത്തകരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. ഇപ്പം നമ്മുടെ എല്ലാം കുട്ടിക്കാലങ്ങളിൽ നന്നായി പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ നന്നായി സംഘടിപ്പിക്കുന്ന സംഘാടനത്തിലൂടെ ചെറിയ ചെറിയ പരിപാടികൾ, കലോത്സവങ്ങൾ, നമ്മുടെ നാട്ടിൻപുറത്തെ ഉത്സവങ്ങളെല്ലാം നന്നായി സംഘടിപ്പിക്കുന്നവരെ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും മറ്റ് സംഘടനകളുമെല്ലാം നോട്ടയിടും. പിന്നീട് അവർ അതിൻ്റെ ഭാഗമാകും. കുറച്ചുകൂടി കഴിയുമ്പോൾ അവർ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതെല്ലാം നമ്മുടെ സർഗാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന മാറ്റങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ രീതിയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കും അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രങ്ങളിലേക്കുമെല്ലാം ആകർഷിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതലായി ആൾക്കാർ വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നു. അതാണ് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ച വർഗീയ പ്രസ്ഥാനങ്ങളിലേക്ക്, വർഗീയ അജണ്ടകളിലേക്ക് നമ്മുടെ സമൂഹം നേടിയെടുത്ത സാമൂഹികമായ പരിഷ്കരണങ്ങൾ, നവോത്ഥാന മുന്നേറ്റങ്ങളിലൂടെയെല്ലാം നമ്മൾ ഈ കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ച് ഇവിടം വരെ എത്തിക്കുമ്പോൾ നമ്മളെ വീണ്ടും തിരികെ നടത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുകയാണ്. നമ്മൾ പലപ്പോഴും പല ആചാരങ്ങളും ലംഘിച്ചുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇന്ന് കാണുന്ന പുരോഗതിയിലേക്കും സാമൂഹ്യ പരിഷ്കരണത്തിലേക്കും നമ്മൾ നടന്നു വന്നതെങ്കിൽ ഇന്നൊരു പക്ഷേ ആചാരങ്ങളുടെ എല്ലാം ലംഘനങ്ങളെ വലിയ തെറ്റായി, കുറ്റമായി, കുറവുകളായി കണ്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ആകെ വന്ധ്യംകരിക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടാകുകയാണ്. ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറയെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട, അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു യുവത്വമായി മാറ്റിയെടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിന് ഇത്തരം ചർച്ചകളും സംവാദങ്ങളിലൂടെയും സംഘടനകളുടെ എല്ലാം കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയാണ് പോകുന്നത്. തീർച്ചയായും DYFIയും ഇത്തരം ഒരു ഫെസ്റ്റിവലിലൂടെ ലക്ഷ്യമിടുന്നതും അത്തരം ഒരു രാഷ്ട്രീയവൽക്കരണം തന്നെയാണ്. അതിനൊരു പൊതുവായ കൈകോർത്ത് പിടിക്കൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഷിബു, ഈ യുവസമൂഹം പൊതുവിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊക്കെ ഒരു വിമുഖത കാട്ടുന്നു എന്നതിൻ്റെ ഒരു ചിലപ്പോൾ ഒരു റീസൺ നമുക്കറിയാം, അനാവശ്യമായ വിവാദങ്ങളാണ് അല്ലേ? കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലായാലും രാഷ്ട്രീയ പാർട്ടികളായാലും ഒക്കെ അനാവശ്യം ഒരു നമ്മൾ നാടിൻ്റെ ഒരു പൊതുവികസനത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ പോലും ഒരുപാട് ഈ പറയുന്ന രീതിയിലുള്ള വിവാദങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് തന്നെ മടുപ്പിക്കുന്ന രീതിയിലേക്കുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിന് അഭികാമ്യമാണോ? നമ്മുടെ ഇപ്പോഴത്തെ ഈ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ നടക്കുന്ന സംവാദങ്ങളിൽ നെഗറ്റീവ് കണ്ടന്റ് ഉണ്ട് എന്ന് വേണമെങ്കിൽ ഞാൻ സമ്മതിക്കാം. പക്ഷേ അത് ആകെയും വിവാദങ്ങളാണ് എന്ന നിലക്ക് നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെയുള്ളൊരു പ്രശ്നം, നമ്മൾ ഇതിനെ
ഒരു വല്ലാത്ത കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ഇറങ്ങി നിന്നത് ചർച്ച ചെയ്താൽ നമുക്ക് യോജിക്കാവുന്നൊരു പൊതുവായ ഇടം രൂപപ്പെടുത്തിയെടുക്കുക പ്രയാസമായിരിക്കും. കോൺഗ്രസ്, CPM പോലുള്ള വാക്കുകൾ ഈ ചർച്ചയിൽ പറയരുതെന്നൊരു നിർബന്ധ ബുദ്ധി എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ ആ നിലയ്ക്ക് സമീപിക്കുന്നത്. അടിയന്തരാവസ്ഥ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയത് അന്ന് അടിയന്തരാവസ്ഥ ഒരു അതിനകത്ത് ജനാധിപത്യപരമായ വിരുദ്ധമായ കുറേ പ്രവണതകൾ വന്നു എന്ന എൻ്റെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് നിൽക്കുന്ന ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് പിന്നെ CPM തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അതൊരു അർദ്ധ ഫാസിസ്റ്റ് തെരവാഴ്ചയായിരുന്നു. നമ്മളിപ്പോൾ കാണുന്നത് സ്നേഹമുള്ളവരെ സമ്പൂർണ്ണ ഫാസിസമാണ്. അർദ്ധ ഫാസിസത്തെയും സമ്പൂർണ്ണ ഫാസിസത്തെയും നമുക്ക് സമീകരിക്കാൻ കഴിയില്ല. ഇന്ദിരാഗാന്ധിയും നരേന്ദ്രമോദിയും ഒരുപോലെ ആവില്ല. അങ്ങനെ ആവില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് 2004 ഒരു സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു. കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട്, എന്നാൽ അതൊരു മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയുന്നിടത്തേക്ക് എത്തുന്നില്ല. വിപരീത ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഇവരെ യോജിപ്പിക്കാൻ പോകുന്ന തലയെടുപ്പുള്ള ഒരു മധ്യസ്ഥൻ വേണം. അവിടെ ഒരാൾ രംഗപ്രവേശം ചെയ്യണം. ആൾ 13-ാമത്തെ വയസ്സിൽ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത ആളാണ്. അക്കാഡമിക്കായി മാർക്സിസം ലെനിനിസത്തെ പഠിച്ച ആളല്ല. പഞ്ചാബിലെ ഗോതമ്പ് വയലുകളിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നാണ് മാർക്സിസം ലെനിനിസത്തിൻ്റെ ബാലപാഠങ്ങൾ ആ മനുഷ്യൻ പഠിച്ചത്. അതികായനായ ആ മനുഷ്യൻ, ഞാൻ പറയുന്നത് സഖാവ് സുർജിത്തിനെ കുറിച്ചാണ്. അദ്ദേഹം ഡൽഹിയിൽ ഇറങ്ങി നിൽക്കുകയാണ്. അവിശ്വസനീയമാം വിധം 1ാം UPA ഗവൺമെൻറ് ഉണ്ടാകുന്നു. നമ്മൾ ഒരു പാർട്ടിയെ, വിശേഷിച്ച് പാൻ ഇന്ത്യൻ തലത്തിൽ ഉള്ള ഒരു പാർട്ടിയെ സമ്പൂർണ്ണമായും എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ വർത്തമാനകാല സാഹചര്യത്തിൽ ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടം സാധ്യമല്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. താങ്കൾ പറഞ്ഞ ചോദ്യം ശരിയാണ് കൂട്ടേട്ടാ. ഈ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സുകൾ ചെറുപ്പക്കാർക്ക് വിമുഖത ഉണ്ടാക്കുന്നുണ്ട്. ഞാനത് തുറന്ന് സമ്മതിക്കണം. അതിന് പരിഹാരം ഒന്നേ ഉള്ളൂ. കുറേ കൂടി ആരോഗ്യകരമായ സംവാദങ്ങളിലേക്ക് നമുക്ക് എല്ലാവർക്കും പോകാൻ കഴിയണം. ഞങ്ങൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തണം, മറ്റുള്ളവർ തിരുത്തേണ്ടതുണ്ടെങ്കിൽ അവർ തിരുത്തണം. ആശയങ്ങളുടെ സംഘടനകൾ ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലത്തും ഇന്ദിരാഗാന്ധി JNUവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരുടെ തൊട്ട് മുന്നിൽ നിന്ന് പിന്നെ അവർക്കെതിരായ ഒരു പരാതി വായിച്ച് കേൾപ്പിക്കുന്ന സഖാവ് യെച്ചൂരി നമ്മൾ കാണുന്നുണ്ട്. ഒരല്പം ജനാധിപത്യം അവിടെയും ഇന്ദിരാഗാന്ധി ബാക്കി വെച്ച് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. അതുകൂടി കൊട്ടിയടക്കപ്പെടുന്ന ഈ കാലത്ത് നമ്മൾ ഇതിൻ്റെ ഒരു കായിക ശേഷിയുടെ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ച് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർത്തും അതിനെ ഉപേക്ഷിച്ച് ആരോഗ്യകരമായ സംവാദങ്ങളിലേക്ക് വരാൻ കഴിയണം. അവിടെ പരിസ്ഥിതി ഉണ്ടാവണം, ലിംഗനീതിയുടെ വിഷയങ്ങൾ കടന്നു വരണം. പുരോഗമനപരമായി നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നിടത്തൊക്കെ നമ്മൾ യോജിച്ച് നിൽക്കുക. പരിഹരിക്കാൻ കഴിയാത്ത വിയോജിപ്പുകൾ നമുക്കിടയിലുണ്ട്. അത് മുഴുവൻ ഒരു ആശയങ്ങളുടെ സംവാദം എന്ന നിലക്ക് തുടരാൻ സമ്മതിക്കുക. അതിനെ കായികമായി കൊണ്ടുപോകുന്നിടത്തേക്ക് ഞങ്ങൾക്ക് വീഴ്ചകൾ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളത് തിരുത്താം. മറ്റുള്ളവർക്ക് വരുന്നുണ്ടെങ്കിൽ അവരും ആത്മവിമർശനം നടത്തട്ടെ, തിരുത്തട്ടെ. അതിന് ഈ കൂടിയിരുത്തവും ചർച്ചയും ഒരു പ്രചോദനമാകുമ്പോഴാകട്ടെ എന്ന 100% പോസിറ്റീവായി തന്നെയാണ് ഞാൻ ഈ ഇരുത്തത്തെയും ഈ ചർച്ചയും നോക്കിക്കാണുന്നത്. വസീഫേ, അതായത് ഇപ്പോൾ ഷിബു പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായ ചരിത്രത്തിനുള്ള ഏടുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഒരു സമവായത്തിലൊരു ഈ സംവാദം എന്ന് പറയുന്നതിന് ഒരു നല്ല പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടല്ലോ. പക്ഷേ നേരത്തെ വസീഫിൻ്റെ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ദേശീയ തലത്തിൽ നമുക്കറിയാം ഈ പറയുന്ന ഫാസിസത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ലേഖനം എഴുതുന്ന, കവിതകൾ എഴുതുന്നവരൊക്കെ നിഷ്കരുണം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത അത് വളരെ കൃത്യമായി നമ്മുടെ നാട്ടിൽ വരുന്നു. പക്ഷേ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായി കേരളത്തിൽ ഈ പറയുന്ന വിരുദ്ധ അഭിപ്രായം പറയുന്നതിനും ഒക്കെയുള്ള വലിയ സ്വാതന്ത്ര്യം കേരളത്തിൽ സ്വാഭാവികമായും പണ്ട് മുതലേ കൊണ്ട് ഇപ്പോഴും അത് തുറന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ദേശീയ തലത്തിൽ ഈ പറയുന്നൊരു സംവിധാനം ഇപ്പോഴും ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നൊരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. അല്ല, പ്രിയപ്പെട്ട ഷിബു പറഞ്ഞതുപോലെ കോൺഗ്രസ്, BJP, ലീഗ്, CPIM എന്നൊന്നും പറയാതെ ഒരു രാഷ്ട്രീയ സെഷനുകൾ പോകുക എന്നുള്ളത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നാലും അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു പക്ഷേ ഞാനും ഷിബു ഇരുന്ന് മാതൃഭൂമിയിൽ ചർച്ച ചെയ്യുന്ന ആ ഒരു വികാരത്തിൽ ഞാനിവിടെ പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് എനിക്ക് മറ്റൊരു പ്രയാസം കൂടി ഉണ്ട്. കാരണം ഞാൻ വളരെ സ്നേഹത്തോട് വിളിച്ചു വരുത്തിയല്ലേ ഷിബുവിനെ. ഫിറോസായിരുന്നു വരേണ്ടത്. ഫിറോസിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന് വളരെ താല്പര്യത്തോടു കൂടി ഞങ്ങളുടെ 1ാം എഡിഷനിൽ വിളിച്ചപ്പോൾ തന്നെ വളരെ താല്പര്യത്തോടു കൂടി ആ സെഷനിൽ പങ്കെടുത്ത ആളാണ് PK ഫിറോസ്. അത്രയധികം വളരെ ചെറുപ്പം മുതൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന ആളുകളാണ്. അതായത് രാഷ്ട്രീയമായിട്ടും അങ്ങനെ ഏതൊക്കെ തരത്തിൽ ഏറ്റുമുട്ടാൻ പറ്റും അങ്ങനെയൊക്കെ ഏറ്റുമുട്ടി, എന്നാൽ ഒരു സൗഹൃദം ഈ രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്തേക്ക് നിലനിർത്തി പോരുന്ന ആളുകൾ കൂടിയാണ്. പക്ഷേ അതിൽ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, കഴിഞ്ഞ തവണയും ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ ഇതേ വേദിയിലേക്ക് ക്ഷണിച്ചിരുന്നു. അവർ വന്നിട്ടില്ല ഷിബു. ഇത്തവണയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്, അവർ വരാൻ താല്പര്യം കാണിച്ചിട്ടില്ല. അതിലൊക്കെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം പറയണ്ടേ?
ഇപ്പോൾ ഇവിടെ എന്നെ കേൾക്കുന്നവരിൽ നിങ്ങൾക്കറിയാം, നമ്മളെ കേൾക്കുന്നവരിൽ ഇത് DYFIയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ രാഷ്ട്രീയത്തോട് അടുത്ത് നിൽക്കുന്നവരാണ് ഇതിലൊരു 90%. ബാക്കി ഇനിയിപ്പോൾ ആരോ ഇരുന്ന് ഒന്നും കരുതില്ല. അപ്പോൾ നമ്മൾ പറയണ്ടേ, ഞങ്ങൾ ക്ഷണിച്ചതാണ് വളരെ ആത്മാർത്ഥമായി. അതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മളൊരു സെഷനുകളുടെ പേരും ഇവിടെ വന്ന് ഇപ്പോൾ ഞാനും നിങ്ങളും തമ്മിലൊരു വാഗ്വാദമോ ഒന്നുമല്ല. അപ്പോൾ അവിടെ വന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPMൻ്റെ ജില്ലാ സമ്മേളനത്തിൽ ഇവർ പങ്കെടുത്തു. അതിൽ മറ്റൊരു ന്യായീകരണം പറഞ്ഞു പങ്കെടുക്കാൻ. അതിൽ പറഞ്ഞു, ഒരാളും അദ്ദേഹത്തെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളെ വളരെ എക്സ്ട്രീമായി, അതായത് ഇതുപോലെയല്ല, ഇതൊരു സ്വതന്ത്ര വേദിയല്ലേ, പൂർണ്ണമായും ചുവപ്പ് കൊടി വച്ച ഒരു സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹി പങ്കെടുത്തു. പക്ഷെ ഇവിടെ വരാൻ മടി കാണിക്കുന്നു. അതാണ് അതിലൊരു അനൗചിത്യം. അത് നമുക്ക് ചൂണ്ടിക്കാണിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കോട്ട് ഇവിടെ സൂചിപ്പിച്ചു, അതായത് ജനാധിപത്യത്തിൻ്റെ മരണവാറണ്ട് എന്നൊക്കെ പറയുന്ന അടിയന്തരാവസ്ഥ നമ്മുടെ മുമ്പിൽ മറന്നുകൊണ്ട് നമ്മളിപ്പോഴുള്ള അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ പറയുക എന്നുള്ളതിൽ ഒരു ഔചിത്യക്കുറവുണ്ട്. ആ ഔചിത്യക്കുറവാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് നമ്മൾ പറയാതെ, ചരിത്രത്തെ ഓർമ്മപ്പെടുത്താതെ നമുക്ക് വർത്തമാനത്തിൽ ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല എന്നുള്ള ബോധ്യത്തിലാണ് ഞാനത് സംസാരിച്ചത്. നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഈ രാഷ്ട്രീയം തന്നെയാണ്. നമ്മുടെ രാജ്യം നിലനിന്നാൽ മാത്രമേ നമുക്കിങ്ങനെയുള്ള വേദികളിൽ സംസാരിക്കാൻ പറ്റൂ. അപ്പോൾ ആദ്യം രാജ്യം നിലനിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് യൂണിയൻ ജാക്ക് വലിച്ചു കീറി താഴെ എറിഞ്ഞ് സാമ്രാജ്യത്വത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് രാജ്യത്തിന് വേണ്ടി പോരടിച്ച സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ പാരമ്പര്യം ഇന്നും സൂക്ഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ ഒരു മുന്നണിയെ, രാജ്യത്ത് BJP വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നതിന് അന്ന് ആര് നേതൃത്വം കൊടുത്തിരുന്നു? അന്ന് മധ്യസ്ഥം വഹിച്ചിരുന്നു ഹർകിഷൻ സിംഗ് സുർജിത്ത് മധ്യസ്ഥം വഹിച്ചിരുന്നു എങ്കിൽ കഴിഞ്ഞ നാളുകളിൽ അന്തരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് യെച്ചൂരിയും അതിന് തന്നെയായിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്. BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നിടത്തെല്ലാം എങ്ങനെ BJPയെ പരാജയപ്പെടുത്താം, 10 വോട്ടെങ്കിൽ 10 വോട്ട് ഇവിടെ കേന്ദ്രീകരിക്കാം, BJP വിരുദ്ധ ചേരിയിൽ കേന്ദ്രീകരിപ്പിക്കാം എന്ന ആലോചനയാണ് നടത്തിയത്. ഇന്ന് ഞങ്ങളിവിടെ ഞങ്ങളുടെ ഒരു സെഷനിൽ പങ്കെടുത്തത് മുഹമ്മദ് യൂസഫ് തരിഗാമിയാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ആളാണല്ലോ. മുഹമ്മദ് യൂസഫ് തരിഗാമി തെരഞ്ഞെടുപ്പിൽ നേരിട്ട സമയത്ത് അദ്ദേഹത്തെ എതിർക്കുന്നതിൽ BJPയോടൊപ്പം മറ്റൊരു പാർട്ടി കൂടിയുണ്ട്. ഒരു പക്ഷേ അതൊരു വിവാദത്തിലേക്ക് പോകും. ആ പാർട്ടിയുടെ പേര് ജമായത്തെ ഇസ്ലാമി എന്നുള്ളതാണ്. അത് പറയാതെ നമ്മൾ എങ്ങനെ ഈ രാജ്യത്തെ രാഷ്ട്രീയത്തെ നമ്മൾ നിർവചിക്കും? ഈ നമ്മുടെ നാട്ടിൽ സർഗാത്മകത ഇപ്പം നല്ല രീതിയിൽ, പ്രത്യേകിച്ച് മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ സർഗാത്മകതയുടെ വലിയ ഓളം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് വെക്കുന്ന വലിയ സ്വാധീനമൊന്നുമില്ല. എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം, സ്വാധീനമൊന്നുമില്ല. പക്ഷെ അവരുടെ കയ്യിൽ ഒരു മാധ്യമവും ഉണ്ട്, ഒരു മീഡിയ വണ്ണുമുണ്ട്. അതുപയോഗിച്ച് അങ്ങനെ ശ്രമിച്ച് വൈകാരികത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് സൂചിപ്പിച്ചു പോകണം. അതിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും. ആ സൂചിപ്പിച്ചു വെക്കൽ മാത്രമാണ് ഞാൻ ചെയ്തത്. നമുക്ക് ഒരുമിച്ച് ഇടപെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെയും കൂടി വിളിച്ചിരുത്തിയത്. ഞങ്ങളിവിടെ മുന്നോട്ട് വെച്ചത് ഈ വിഭജന രാഷ്ട്രീയത്തിനെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പാണ്. അതിൽ സംഘപരിവാറാണ്. ആ സംഘപരിവാറിനെ കുറിച്ച് പറയുന്ന സമയത്ത് സംഘപരിവാറിന് വളരാനുള്ള സാഹചര്യങ്ങൾ ആരും സൃഷ്ടിക്കരുത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഉണ്ടായി വരുന്ന ഒരു പൊതുബോധത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ പൊതുബോധം ഒരു മതനിരപേക്ഷ മനസ്സാണ്. ആ മതനിരപേക്ഷ മനസ്സ് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ഉത്തരവാദിത്വം എന്ന് ബോധ്യമുള്ള ആളുകളാണ് ഞങ്ങൾ. അതിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കും. അതോടൊപ്പം യുവാക്കളെ ബാധിക്കുന്ന മറ്റു പല വിഷയങ്ങളുണ്ട്. അത് പുതിയ കാലഘട്ടത്തിലെ ലഹരി, ഈ എല്ലാ കാലത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ചിലർ പറയും ഇപ്പോഴത്തെ കുട്ടികൾ ഫുള്ള് ലഹരി. കാരണം ഇപ്പോഴത്തെ അന്ന് കള്ളാണ്, ഇന്ന് അന്നത്തെ ഏറ്റവും വലിയ ലഹരിയാണ് ഈ കള്ള് ചെത്തി. അത് ഒരു കണ്ടെത്തുകയാണ്, മാറ്റാണ്. ഇന്ന് പുതിയ മേഖലകളിലേക്ക് പോവുകയാണ്. അതിന് വീര്യം കൂടുതലുണ്ടാകാം. പക്ഷേ എന്താണ്, ലഹരിയുണ്ട്, അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറയും ഇന്നത്തെ തലമുറ അപ്പാടെ മോശമാണ്, അങ്ങനെയൊന്നും പറഞ്ഞു പോകുന്നതിൽ ഒരു അർത്ഥമൊന്നുമില്ല. യുവജനങ്ങളെ പൊതു ഇടങ്ങളിൽ കാണുന്നില്ല എന്നൊക്കെ പലരും വിമർശിക്കും. പക്ഷേ ഇപ്പോൾ പൊതുവെ കുറച്ചങ്ങ് കുറഞ്ഞു. കാരണം ഒന്ന് കോവിഡ് വന്ന സമയത്ത് ഈ കേരളത്തിൽ ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷം തന്ന, അതൊരു പൊതുപ്രവർത്തകൻ, ഒരു സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് സന്തോഷം തന്ന, ഞങ്ങളൊരു ആഹ്വാനം ചെയ്യുക മാത്രം ചെയ്ത സമയത്ത് 10,000 ഇറങ്ങി വന്ന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു വന്നൊരു സാഹചര്യമുണ്ട്. നിപ്പ വന്ന സമയം ഷിബുവിന് ഓർമ്മയുണ്ടാകും. നിപ്പ കോഴിക്കോടാണ് ഞങ്ങൾ ബേസ്, ഞാനും ഷൈജുവൊക്കെ ഇരിക്കുന്ന കോഴിക്കോടായിരുന്നു ഇതിൻ്റെ ഒരു വലിയ പ്രയാസം ഉണ്ടായിരുന്നത്. അന്ന് കോഴിക്കോട് ബ്ലഡ് ബാങ്കിൽ രക്തമില്ല എന്ന് പറഞ്ഞ് വാർത്ത വരുന്നു. ആ വാർത്ത വരുന്ന സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണ്. അന്ന് അങ്ങോട്ട് വിളിച്ചു, സൂപ്രണ്ടിനെ വിളിച്ചു. ഇപ്പോൾ പറഞ്ഞു രക്തമില്ല. ഒരു സ്വാഭാവികമായി നടന്നു പോകുന്ന സർജറികൾ, ആ സർജറികൾക്ക് പോലും, ഇപ്പോൾ പ്രസവം പോലെയുള്ള സർജറികൾക്ക് പോലും കുടുംബക്കാർ പോലും രക്തം കൊടുക്കാൻ കാരണം വരുന്നില്ല. ഐസൊലേറ്റഡ് വാർഡ് എവിടെയാണ്? ഇതിൻ്റെ തൊട്ട് ചേർന്നാണ്.
എന്നുള്ള വെറുതെ ഒരു ബോധം. സാധാരണ മെഡിക്കൽ കോളേജിൽ നമുക്ക് കാലെടുത്ത് കുത്താൻ പറ്റുമോ? ആ സമയത്ത് ഒരു മനുഷ്യൻ പോയില്ല. കോവിഡ് പോലെയല്ല നിപ്പ. അന്ന് എന്താണ്, ഇത് പിടിപെട്ട തീർന്നു എന്നുള്ളതാണ്. മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണല്ലോ, 70-75 മോർട്ടാലിറ്റി റേറ്റുള്ള നിപ്പയാണ്. ആ സമയത്ത് അങ്ങോട്ട് വിളിച്ച് ഞങ്ങൾ ആലോചിച്ചു, രക്തം കൊടുക്കണമല്ലോ, വേണമെന്നും പറഞ്ഞും ചെയ്തു. അപ്പം ഞങ്ങൾ ആലോചിച്ച സമയത്ത് സാധാരണ ഞങ്ങൾക്കൊരു രീതി, ഞങ്ങൾ സർക്കുലർ കൊടുത്ത് സംഘടനാ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ്. ഞങ്ങൾ സർക്കുലർ കൊടുത്തില്ല. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ നേതൃത്വമാകെ നാളെ എന്നൊരു ദിവസം തീരുമാനിച്ചു. നാളെ ഞങ്ങൾ പോയി ഒന്നിച്ച് രക്തം കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പുറത്ത് വന്ന മാധ്യമങ്ങൾ ഇത് അറിഞ്ഞു. എന്നിട്ട് അവർ വന്ന് സൂപ്രണ്ടിനോട് അഭിപ്രായമൊക്കെ ചോദിച്ചു. അന്ന് ഞങ്ങൾ ഈ രക്തം ദാനം ചെയ്യാൻ DYFI നേതൃത്വം കൊടുത്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഒരു ദിവസം തുടങ്ങി. പിന്നീട് വാഹനം വിളിച്ച് ഈ എല്ലാ വിലക്കുകളുള്ള സമയത്ത്, മനസ്സിൽ ഭയമുള്ള സമയത്ത് ചെറുപ്പക്കാർ കൂട്ടത്തോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലക്ഷ്യമാക്കി വരിക. അന്ന് ഞങ്ങൾ രക്തദാന ക്യാമ്പയിൻ തുടങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിപ്പ വന്നു, കോവിഡ് വന്നു, പ്രളയം വന്നു. ആ കാലഘട്ടത്തിലൊക്കെ ചോര കൊടുക്കുന്നതിൽ DYFI ഒന്നാം സ്ഥാനത്തുണ്ട്. അത് DYFIയുടെ മാത്രമല്ല, ഈ കേരളത്തിലെ യുവജനങ്ങളുടെ ആകെ മനസ്സാണ്. അവരുണ്ട്. ഇപ്പോൾ വയനാട് ദുരന്തം, നിപ്പയുടെയും കോവിഡിൻ്റെയും കാലത്ത് പ്രതിരോധ പ്രവർത്തനത്തിന് യുവജനങ്ങൾ മുൻപന്തിയിൽ നിന്നതുപോലെ തന്നെ വയനാട് ദുരന്തത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. നമുക്കറിയാം, അതിൽ കുറച്ച് എണ്ണത്തിൽ ഞങ്ങളുണ്ടല്ലോ. കുറച്ച് എണ്ണത്തിൽ കൂടുതലുള്ള DYFIയും മുസ്ലിം ലീഗിൻ്റെയും AYFിൻ്റെയും ഇവരുടെ കേരള കോൺഗ്രസിൻ്റെയും ഒക്കെ ചെറുപ്പക്കാരാകെ, അവിടെ ഉള്ള ഭൂരിഭാഗം ചെറുപ്പക്കാർ നിങ്ങൾ കണ്ടു കാണും. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അവിടെ ഡ്രൈനേജിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ജീവൻ്റെ അംശമുണ്ട് എന്ന് റഡാറിൽ സിഗ്നൽ വന്നു. അന്ന് റണ്ണിങ് കമൻട്രി വരെ ഞാൻ പിന്നീടാണ് അരുൺകുമാറിൻ്റെ ആ റണ്ണിങ് കമൻട്രി വളരെ താല്പര്യത്തോടു കൂടി കേട്ടത്. എനിക്ക് അതിൻ്റെ ഇത് അയച്ചു തന്നപ്പോൾ ഞങ്ങൾ അതിനടുത്തുണ്ട് സൈന്യം ഇറങ്ങാൻ ഒരു മടി പോലെ. കാരണം 6 മണി കഴിഞ്ഞു, അവരങ്ങനെയാണല്ലോ. 6 മണി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഈ റണ്ണിങ് കമൻട്രിയിലുള്ളത്, ഇതാ ഇന്ത്യയുടെ സൈന്യം ഡ്രൈനേജിനകത്തേക്ക് മനുഷ്യനെ എടുക്കാൻ, മനുഷ്യൻ്റെ ജീവൻ്റെ അംശമെടുക്കാൻ അടിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന സമയത്ത് പൊടുന്നനെ അദ്ദേഹത്തിൻ്റെ കമൻട്രി മാറ്റി. അത് ഇന്ത്യൻ സൈന്യമല്ല, അത് DYFIയുടെ സൈന്യമാണ്, യൂത്ത് ബ്രിഗേഡാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഞങ്ങളുടെ താമരശ്ശേരിയിലെ, കോഴിക്കോട്ടെ താമരശ്ശേരിയിലെ ശ്രീകുട്ടനും അവരുടെ കൂടെയുള്ള 5 പേരുമാണ്. അവർക്ക് കരിഞ്ചോലമലയിൽ ഉരുൾപൊട്ടി വന്ന് ഒലിച്ചിറങ്ങിയ നിങ്ങൾക്കറിയാം. ആ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ അനുഭവത്തിൻ്റെ കരുത്തുമായിട്ടാണ് അവർ മല കയറിയത്. രാത്രിയിലും അവർ ഇതിനടിയിലേക്ക് ആ JCBയുടെ വായിൽ കയറി ഡ്രൈനേജിലേക്ക് ഇറങ്ങി വരാൻ തയ്യാറായി എന്നുള്ളതാണ്. ഞാനിതിവിടെ സൂചിപ്പിച്ചത്, എവിടെയും ഈ യുവത്വത്തിൻ്റെ കരുത്ത് ചോർന്നു പോയിട്ടില്ല. അവരൊരു പ്രതിസന്ധി ഉണ്ടായാൽ, പ്രയാസമുണ്ടായാൽ, ഒരു അപകടമുണ്ടായാൽ ഈ നാടിനകത്ത് ജീവൻ കൊടുത്തു നിൽക്കാൻ കെൽപ്പുള്ളവരുടെ ഒരു വലിയ വിഭാഗം തന്നെയാണ് ഈ നാട്ടിലെ യുവജനങ്ങൾ. അവരെ അങ്ങനെ ചെറുതാക്കി കാണാൻ പറ്റില്ല. ഏത് പ്രതിസന്ധി ഉണ്ടായാലും അവർ മുൻപന്തിയിലുണ്ട്. ആ പ്രതിസന്ധിയിൽ അവരുണ്ട്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇൻസ്റ്റാഗ്രാമത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും അവരതിൻ്റെ പുറത്ത് ഇറങ്ങി വന്ന് ഈ പ്രളയമുണ്ടാകുമ്പോൾ, കോവിഡ് ഉണ്ടാകുമ്പോൾ, നിപ്പയുണ്ടാകുമ്പോൾ, ഈ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, രാജ്യത്ത് വിഭജന രാഷ്ട്രീയം വരുന്ന സമയത്ത് തെരുവിൽ പോരാട്ടം നയിക്കാൻ എല്ലാം അവർ രംഗത്ത് വരുന്നുണ്ട്. ആ യുവജനത്തെ നമ്മൾ കണ്ടേ പറ്റൂ. അവരെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അതിൽ നമുക്ക് വരുന്ന പോരായ്മകൾ, ഇപ്പോൾ ലഹരി ആയാലും പിന്നെ ഈ അരാഷ്ട്രീയവൽക്കരണമായാലും അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. അതിനെല്ലാം ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എങ്ങനെ ചുരുക്കാം, കുറച്ചുകൂടി ഫിൽട്ടർ ചെയ്ത് മെച്ചപ്പെടുത്തി ഇതിനൊക്കെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് ഞങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ സേ നോട്ട് ടു ആൽക്കഹോൾ ഞങ്ങളുടെ ക്യാമ്പയിനായിരുന്നു. ഞങ്ങൾ എടുത്തതാണ്. ഇത് ക്യാമ്പസിലും എടുത്തിരുന്നു, പുറത്തും എടുത്തിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അത് ചിലപ്പോൾ മറ്റ് ഒരു പ്രക്ഷോഭ ക്യാമ്പയിനെ പോലെ അത്ര ആൾ ഉണ്ടായി എന്ന് വരില്ല. ഞങ്ങളിത് മാത്രമല്ല, ചിലപ്പോൾ പിന്നെ ഷിബുവിന് അറിയിലുണ്ടാവില്ല, ഞങ്ങൾ മറ്റൊരു ക്യാമ്പയിൻ എടുത്തിരുന്നു. ഇവർക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും, അറിയില്ല. എന്താ ക്യാമ്പയിൻ? സ്ത്രീധനം വാങ്ങരുത്, കൊടുക്കരുത്. അത് ക്യാമ്പയിൻ ഞങ്ങൾ പറഞ്ഞതല്ല. എല്ലാ കവലകളിലും ഞങ്ങളൊരു ബോർഡ് എഴുതി വെച്ചു. ഓർമ്മയില്ലേ? ഒരു ബോർഡ് എഴുതി വെച്ചു. ഞങ്ങൾ തീരുമാനമാണ്. എന്നിട്ട് ഞങ്ങളത് പോയിട്ട് പരിശോധിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഘടനാ സംവിധാനമല്ലോ, എത്ര ബോർഡ് വെച്ചു, എങ്ങനെ വെച്ചു എന്നൊക്കെ പരിശോധിക്കും. കുറച്ച് കുറവൊക്കെ ഉണ്ടാവും, പക്ഷേ അതിന് തയ്യാറായ ഒരു യുവജന സംഘടനയാണ് DYFI എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്, അത് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, സ്ത്രീധനത്തിൻ്റെ പേരിൽ പെൺകുട്ടികളെ കൊല ചെയ്യുന്ന, അവരെ കൊലക്ക് കൊടുക്കുന്ന ഒരു വല്ലാത്ത അന്തരീക്ഷം കേരളത്തിൽ രൂപപ്പെട്ട സമയത്ത് ആർജവത്തോടു കൂടി ഇപ്പോൾ ഈ ഫെസ്റ്റിവൽ ഈ സംഘടിപ്പിച്ചതുപോലെ, സെലിബ്രേഷൻ ഓഫ് ഡൈവേഴ്സിറ്റി എന്ന മുദ്രാവാക്യം വെച്ചതുപോലെ, സ്ത്രീധനത്തിനെതിരെ തെരുവിലാകെ ബോർഡ് വെക്കാൻ ആർജവം കാണിച്ചു ഞങ്ങൾ. സേ നോട്ട് ടു ആൽക്കഹോൾ എന്ന് ഈ ചെറുപ്പക്കാരിലൊക്കെ പലരിലും
ഉണ്ടാകുന്ന അവരുടെയൊക്കെ ഒരു പൊതുബോധത്തിനെതിരെ നിന്നുകൊണ്ട് ക്യാമ്പയിൻ ഏറ്റെടുത്തവരാണ് ഞങ്ങൾ. അങ്ങനെയൊക്കെ ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. അങ്ങനെ യോജിക്കേണ്ടിടത്തെല്ലാം നമുക്ക് യോജിച്ചുകൊണ്ട് തന്നെ പോകേണ്ടതുണ്ട്. രാഷ്ട്രീയമായി സംഘപരിവാരത്തെ, വിഭജന രാഷ്ട്രീയത്തെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്, വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ഒന്നിച്ച് നിൽക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അപ്പോൾ നമുക്കിനി ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്നുകൂടി ചോദ്യങ്ങൾ. അതിന് മുന്നേ സിറിയക്കോട് എന്നിട്ട് കാര്യങ്ങൾ. വസീഫെ, അപ്പോൾ നിങ്ങളിവിടെ സർഗാത്മക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നാട് വീണ്ടും ജിസ്മോനെ കഴിഞ്ഞ ദിവസമൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ തിരിച്ചു പോവുകയാണ് ഈ അന്ധവിശ്വാസത്തിലേക്ക്. ഒരു സമാധിയുടെ വാർത്തയൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? തിരുവനന്തപുരത്തൊരു അച്ഛനെ മക്കൾ സമാധിയാക്കി അവിടെ അമ്പലം പണിയുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഇത്തരത്തിൽ യുവാക്കൾ ഇവിടെ സർഗാത്മകതയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത്. എന്താണ് സിറിയക്ക് ഈ തിരിച്ചു വരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കേരളത്തെ, അതിനെങ്ങനെയാണ് നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുക? തീർച്ചയായും ഞാൻ ഇവിടെ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച മറ്റൊരു വിഷയം തന്നെയാണ്. ഇന്ന് ഒരാഴ്ചയിൽ പത്രമെടുത്താൽ അതിൽ അച്ഛൻ മകനെ കൊലപ്പെടുത്തി, അല്ലെങ്കിൽ ഒരു കുടുംബാംഗങ്ങൾ തന്നെ പരസ്പരം വെട്ടിക്കൊലപ്പെടുത്തുന്ന വാർത്തകൾ ഒന്നും രണ്ടുമല്ല, അതിൽ കൂടുതലായി വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുകയാണ്. അവിടെ തീർച്ചയായും യൗവനം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള യൗവനങ്ങൾക്കിടയിലേക്കും കടന്നു വരുമ്പോഴേക്കും ഞാൻ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ പൊതുവെ ചർച്ച ചെയ്യപ്പെടേണ്ടത്, ഈ ഫാസിസ്റ്റ് ശക്തികൾ ഈ സമൂഹത്തിലേക്ക് കടന്നു വരുന്നതിനെ പലപ്പോഴും തിരിച്ചറിയപ്പെടാൻ വൈകിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഫാസിസ്റ്റ് ശക്തികൾ അത് മറ്റു പല സോഴ്സുകളും ഉപയോഗിച്ച് താഴേക്കിടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ ശക്തി എവിടെയെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഒരുപക്ഷെ അത് ഫാസിസ്റ്റ് ശക്തിയുടെ പിൻബലമുള്ള ഒരു സംഘം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഘത്തിൻ്റെ നേതൃത്വമാണ് എന്നുള്ളത്. അപ്പോൾ അതിനെ ആദ്യമേ തിരിച്ചറിയുന്ന വിധത്തിലേക്ക് യുവജനങ്ങളുടെ പൊതുബോധത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിൽ ഈ തരത്തിലുള്ള പരിപാടികൾ, പ്രത്യേകിച്ച് സർഗാത്മകതയെ പരിപോഷിപ്പിക്കുന്നതിൽ ഇന്ന് നവമാധ്യമങ്ങളിലെ എഴുത്തിടങ്ങൾ എത്രയോ വലുതാണ്, അവിടെ സംസാരങ്ങൾ എത്രയോ വലുതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ പരിപോഷിപ്പിക്കപ്പെടുകയും അവിടെ നമുക്ക് ഞാൻ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളതുപോലെ പൊതുബോധം എന്ന് പറയുന്നത് ആർക്കും അടിമപ്പെടാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തികൾക്ക് വിധേയമായി പോകുന്നുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ പരിശോധിച്ച് തിരിച്ചറിയപ്പെടുന്നതിനുള്ള സാധ്യതകളെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് ഇത്തരത്തിലുള്ള സാധ്യതകളാണ് ഏറ്റവും പ്രയോജനപ്പെടുന്നത്. ഇവിടെ എല്ലാ വിഭാഗത്തിലും പെടുന്ന ആളുകൾക്ക് പൊതുവെ ഒരുമിച്ച് ചേരാൻ സാധ്യമാകുന്ന ഒരിടം ഉണ്ടെങ്കിൽ ആ ഇടത്തിൽ എല്ലാവരും ഒരുമിക്കുക, അത്തരത്തിലുള്ള വേദികൾ കൂടുതലായി സൃഷ്ടിക്കപ്പെടേണ്ട ഒരു കാലമാണ്. അതിനുള്ള എല്ലാ സാധ്യതകളെയും നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ വളരെ സമഗ്രമായ രീതിയിലാണ് ഇവിടെ സംഭാഷണം മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഓഡിയൻസിന് നമുക്കിനി ഒരു 10-15 മിനിറ്റ് മാത്രമാണുള്ളത്. ഓഡിയൻസിന് ഈ നേതാക്കളോടുള്ള കാര്യങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യം പരമാവധി ചുരുക്കി ചോദിക്കണം. ഷിബു കാനോടാണ്. ഈ നമ്മുടെ സർഗാത്മകതയുടെ രാഷ്ട്രീയമാണ് പറഞ്ഞത്. നമുക്ക് നാടിനെ മുന്നോട്ട് നയിക്കണം എന്നുള്ളതിൽ, പുരോഗമനപരമായി മുന്നോട്ട് നയിക്കണം എന്നുള്ളൊരു കൂട്ടായ്മ വേണം എന്നൊരു പൊതുവായ ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. അപ്പോൾ ഷിബുക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ കാര്യം? ഈ സർഗാത്മകതയുടെ ഇടങ്ങളെ ഫാസിസ്റ്റുകൾ പർച്ചേസ് ചെയ്ത് പുതിയ ഇടങ്ങളായി അവതരിപ്പിക്കുന്നുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. അത് ഹിന്ദുത്വ പൊളിറ്റിക്സ് മാത്രമല്ല ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് വസീഫ് അവിടെ സൂചിപ്പിച്ചു, ഈ മുസ്ലിം സ്വത്ത് രാഷ്ട്രീയം ഇതിനെ നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതിനോടെല്ലാം DYFI ഉയർത്തിയ ക്യാമ്പയിൻ സേ നോ ടു ആൽക്കഹോൾ, സേ നോ ടു ഡ്രഗ്സ്, അതുപോലെ ഇതിനെ നമുക്ക് തടഞ്ഞു നിർത്തിയാൽ മാത്രമേ നമ്മുടെ നാടിനെ പുരോഗമനപരമായി മുന്നോട്ട് നയിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനകത്ത് കക്ഷി രാഷ്ട്രീയം, ഷിബുക്കയുടെ ചർച്ചയുടെ ഭാഗമായി ഇന്ന് കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഇപ്പോഴും നമ്മൾ കാണുന്നത് നാടിനെ പുരോഗമനപരമായി നയിക്കേണ്ട വിഷയങ്ങളിൽ കക്ഷി രാഷ്ട്രീയം ഇടപെടുന്നു. ആ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി പുരോഗമന താല്പര്യങ്ങളെ ബലി കൊടുക്കുന്നു എന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അത് നാടിന് ഗുണകരമാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഞാൻ സമയക്കുറവുണ്ട്, പെട്ടെന്ന് എൻ്റെ ഒരു ബോധ്യം പറയാം. ഇവിടെ പറഞ്ഞത് ഈ സ്വത്വ രാഷ്ട്രീയം എന്ന വാക്കാണ്. തീർച്ചയായും സ്വത്വ രാഷ്ട്രീയം ഞാൻ തുറന്ന് സമ്മതിക്കുന്നു. ഏത് നിമിഷവും വംശീയതയിലേക്കും വർഗീയതയിലേക്കും വഴുതി വീടാവുന്ന ഒരു പ്രശ്നം അതിലുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരിക്കലും സ്വത്വ രാഷ്ട്രീയത്തെ നിഷേധിക്കാൻ കഴിയില്ല. അതൊരു ഇഷ്യൂ ആണ്. ഈ മാർക്സ് എഴുതിയ ഗ്രന്ഥിസ എന്ന് പറയുന്ന പിന്നെ അദ്ദേഹത്തിൻ്റെ ചില എഴുത്തുകുത്തുകളുടെ ഒരു സമാഹാരമുണ്ട്. അത് പിന്നീടാണ് പുറത്തു വരുന്നത്. ഞാൻ നിങ്ങളോട് വർണ്ണം ഒരു വിഷയമാണല്ലോ, വെളുത്തവനും കറുത്തവനും. മാർക്സ് പറഞ്ഞൊരു കാര്യം,
ഈ കറുത്തവനായ തൊഴിലാളിയുടെ വിമോചനം വെളുത്തവനായ തൊഴിലാളിയുടെ വിമോചനത്തിൻ്റെ മുന്നുപാധിയാണ് എന്നാണ്. അതൊരു ഇഷ്യൂ ആണ്. നിങ്ങൾക്കത് ജാതി ഒരു ഇഷ്യൂ ആണ്, ഐഡൻറ്റിറ്റി ക്രൈസിസ് ഒരു ഇഷ്യൂ ആണ്. ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ, എൻ്റെ വിശ്വാസത്തിൻ്റെ അടയാളങ്ങളുടെ പേരിൽ ആക്രമിക്കപ്പെടുകയാണ്. അങ്ങനെ ആക്രമിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് നമുക്ക് ആ നിലക്ക് സ്വത്വപരമായ സംഘാടനങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ ഒരു ഘട്ടത്തിൽ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ സഖാവ് MV ഗോവിന്ദൻ മാഷ്ക്ക് പോലും മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികൾ ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി നേരിടുന്ന ഐഡൻറ്റിറ്റി ക്രൈസിസിനെ ജനാധിപത്യപരമായി പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ നിലക്ക് അത് സ്വീകാര്യമാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിന് അതിൻ്റെ അടിത്തറയിൽ നിരാകരിക്കാൻ കഴിയില്ല. അത് ഇടതുപക്ഷ രാഷ്ട്രീയമാവില്ല. അവരെ കൂടി ചേർത്ത്. അതുകൊണ്ടാണ് അംബേദ്കർക്കും മാർക്സിനും ഇടയിൽ, അംബേദ്കർക്കും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾക്കും ഇടയിൽ പുതിയ സംവാദങ്ങൾ ഉണ്ടാകണം എന്ന നിലക്ക് ഇളയിട മാഷ പോലെ പലരും ശക്തമായി അതിനുവേണ്ടി വാദിക്കുന്നത്. അത് ഞാൻ താങ്കൾക്ക് പിന്നെ ദഹിക്കുന്ന ഒരു രീതിയിൽ അതിൻ്റെ മറുപടി തന്നതാണ്. അപ്പോൾ തീർച്ചയായും പിന്നെ ഞാൻ തീർച്ചയായും പറയുന്നു, ഇതൊരിക്കലും വർഗീയതയാവാതെ ജനാധിപത്യപരമായ ഇടങ്ങളിൽ ഇത്തരം സ്വത്ത് പ്രതിസന്ധികളെക്കുറിച്ചുള്ള സംവാദങ്ങൾ ഒതുക്കി നിർത്തേണ്ടതുണ്ട്. അതിന് ഈ വംശീയതയിലേക്ക് വലിച്ചിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ തീർച്ചയായും അതിനെതിരെ പ്രതിരോധം ഉയർത്തിയവരാണ്. അതിൽ വലിയ അളവോളം വിജയിച്ചു എന്ന അഭിമാന ബോധവും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്വത്വ രാഷ്ട്രീയത്തെയും വംശീയ രാഷ്ട്രീയത്തെയും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നേർക്ക് നേരെ സമീകരിക്കുന്നതിൽ ഒരു വിഷയമുണ്ടാവും. ഇപ്പോൾ ജോർജ് ഫ്ലോയിഡ് അയാളെ കൊന്നല്ലോ, 8 മിനിറ്റ് ചവിട്ടി കൊന്നു. ജോർജ് ഫ്ലോയിഡിനെ കൊന്നത് അയാളുടെ തൊലി കറുത്തത് കൊണ്ട് തന്നെയാണ്. അതിന് നമുക്ക് വേറെ സാമ്പത്തികമായ അർത്ഥതലങ്ങളിൽ നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. നീ കുറച്ച് ഫെയർ ആൻഡ് ലെവൽ തേച്ചിട്ട് വെളുത്തുവാ എന്ന് നിൻ്റെ പ്രശ്നം തീരുന്ന നമുക്ക് ജോർജ് ഫ്ലോയിഡിനോട് പറയാൻ പറ്റുമോ? ഇല്ല. കറുത്തവനായി ജീവിക്കാൻ അയാൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം. മുസ്ലിം ഐഡൻറ്റിറ്റി ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം. ദളിത് ഐഡൻറ്റിറ്റി ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ രോഹിത് വെമുലയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഹിറ്റ്ലർ ജൂതന്മാരെ കൂട്ടക്കൊല നടത്തിയത് അവർ ജൂതരായതിൻ്റെ പേരിലാണ്. ജൂതന്മാരായി ജീവിക്കാൻ കഴിയുക എന്നതാണ് അവരുടെ സ്വാതന്ത്ര്യം. അതുകൊണ്ട് തുല്യമായ പൗരാവകാശം വേണ്ടി, വിഭവങ്ങളിൽ തുല്യമായ പ്രാതിനിധ്യത്തിന് വേണ്ടി ഈ മനുഷ്യർ നടത്തുന്ന ജനാധിപത്യപരമായ സംഘാടനങ്ങളെ നമ്മൾ ഇത്തരത്തിൽ ചാപ്പ കുത്തരുത് എന്ന വിനീതമായൊരു നിലപാടാണ് എനിക്ക് ആ വിഷയത്തിലുള്ളത്. ചോദ്യങ്ങളൊന്നുമില്ലേ? ഇവിടെ ജിസ്മോനൊക്കെ ഉണ്ട്, ജിസ്മോനോടൊക്കെ ചോദ്യം ചോദിക്കാം. ഹലോ, ഇപ്പോൾ ഷിബൂക്ക ഒരു കാര്യം പറഞ്ഞു, ഓരോ വിഭാഗത്തിൻ്റെ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കണമെന്ന്. ഈ രാജ്യത്ത് വളർന്നു വരുന്ന സംഘപരിവാർ ശക്തി അതിന് സമ്മതിക്കുമോ എന്ന ഒരു ചോദ്യമുണ്ട്. അതിനിപ്പോൾ DYFI ആണെങ്കിലും CPM-ൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ചെറുത്തുനിൽപ്പുണ്ട്, ശക്തമായ ചെറുത്തുനിൽപ്പുണ്ട്. ഇപ്പോൾ കേരളത്തിലാണ് കൂടുതൽ. പക്ഷേ അതിൽ ചില വിഭാഗങ്ങൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിനെത്രത്തോളം വീക്ഷണത്തോടു കൂടിയാണ് നമ്മളുടെ DYFI കാണുന്നതെന്ന് ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. വസീഫോടാണ് ചോദ്യം. നിങ്ങളെ ചോദ്യം തുടങ്ങിയത് ഷിബുക്കനോടായതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ അതെ ഷിബുക്ക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലെ ഈ സ്വത്ത് രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് വർഗീയത എന്നുള്ളതിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഊന്നൽ കൊടുക്കണം. ഇപ്പോൾ വർഗീയത ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുന്ന സമയത്ത് ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഇത് പറയുന്നില്ല എന്ന് ചിലപ്പോൾ ഞങ്ങളെ ആക്ഷേപിച്ച് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് ഏതോ ആളുകളുടെ കൂടെ നിന്ന പടം, കാരണം ഇപ്പോൾ അത് ആലോചിക്കില്ല. പക്ഷേ ഇതേ കേരളത്തിൻ്റെ പുറത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമി BJP-യുമായിട്ട് ചേർന്നിട്ടാണ് CPM-നെ പരാജയപ്പെടുത്തുന്നത്, ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ അവരുടെ ഒരു ഇരട്ടത്താപ്പാണ് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും അധികാരമുള്ള വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ ദൗത്യമാണ്. അവിടെ ചേരേണ്ടിടത്തെല്ലാം നമ്മൾ ചേർന്നിരിക്കണം. പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ സംഘപരിവാരത്തെ ചെറുക്കുക, തോൽപ്പിക്കുക എന്നുള്ളത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അത് ഈ കേരളത്തിൽ നമുക്കൊക്കെ അറിയാം. കേരളത്തിൽ അങ്ങനെ ഞാൻ നേരത്തെ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, കേരളത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ മനസ്സാണ്, മാനവികത ഉയർത്തിപ്പിടിക്കുന്ന മനസ്സാണ്. ഇവിടെ ഇതിനിടയിൽ എന്തിനും ഒരു ഇസ്ലാമോഫോബിയ കാണുന്നത്, അതായിരിക്കും ഒരുപക്ഷെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെയും ഒക്കെ ഒരു ആധാരം.
ഷിബുക്കയും നേരത്തെ ഫിറോസിൻ്റെ ഒക്കെ പ്രസംഗം, നിങ്ങളെ ഷാജിയുടെ പ്രസംഗമൊക്കെ നമുക്കറിയാം. ഇതിനെതിരെ നിങ്ങൾ ശക്തമായി, നിങ്ങളുടെ മനസ്സിപ്പോഴും അതാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എനിക്ക് ബോധ്യമുണ്ട്. ശക്തമായി ഈ ഒരു വർഗീയവാദികൾക്കെതിരെ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെത്തുമ്പോൾ മുഖ്യ ശത്രു ആരായി മാറുകയാണ്? CPM ആയി മാറുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും അതൊരു അധികാര രാഷ്ട്രീയത്തിന്, ഞാൻ ഇപ്പോൾ നിങ്ങളൊരു വാദത്തിലേക്ക് പോകല്ലോ കേട്ടോ, അധികാര രാഷ്ട്രീയത്തിന് എങ്ങനെ ജയിച്ചു വരാം, CPM-നെ തോൽപ്പിക്കണമെങ്കിൽ UDF-ന് ഇപ്പോൾ ആരെ കൂടി വേണം എന്നുള്ള ബോധ്യത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമിയെയും SDP ഒക്കെ കിട്ടിയാലേ ജയിക്കാൻ പറ്റൂ എന്നുള്ള ബോധ്യത്തിലായിരിക്കും ഒരു പക്ഷേ അവർ അതിനെ പിന്തുണക്കുന്നു. പക്ഷേ അതൊരു അപകടമാണ് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അത് അപകടമാണ്. ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിച്ച് വളരുകയും അതോടൊപ്പം അവർ ചേരേണ്ടിടത്ത് ചേരുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി സംഘപരിവാരുമായി ഒത്തുചേർന്ന് CPM-നെ പരാജയപ്പെടുത്തിയത് എന്നുള്ളതാണ് അതിലെനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം മറുപടി പറയുന്നില്ലേ? അല്ല, ഇവിടെ ചോദ്യം അതിൻ്റെ ഉത്തരവും ഞാൻ പറയുകയാണ്. അങ്ങനെ ഈ വിഷയത്തിൽ ഞങ്ങൾ തമ്മിലൊരു വലിയ അടി കഴിഞ്ഞതാണ്. നാളെയും ഞങ്ങൾ അടിക്കേണ്ടവരുമാണ്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ പോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രണ്ടും തെറ്റാണ് എന്ന കാര്യത്തിൽ അരനാഴിക നേരം ആലോചിക്കേണ്ട സംശയം ഞങ്ങൾക്കില്ല. ഞാനതാണ് എൻ്റെ ആ സഖാവിനോട് പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചതും. ഞങ്ങൾ ഉയർത്തുന്നത് വർഗീയതയല്ല. ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ജനവിഭാഗത്തിന് വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി വാദിക്കുക എന്നത് വർഗീയതയാണെങ്കിൽ നിങ്ങൾക്ക് ഗുരുദേവന്, അയ്യങ്കാളിയെ, അംബേദ്കറെ ഒക്കെ വർഗീയവാദികളെന്ന് തന്നെ വിളിക്കേണ്ടി വരും. വർഗീയതയല്ലാത്ത, വർഗരാഷ്ട്രീയമല്ലാത്ത, രണ്ടിൻ്റെയും നടുക്കുള്ള ചരിത്രപരമായ കാരണങ്ങളാൽ പുറകോട്ട് പോയ സമുദായങ്ങളുടെ ജനാധിപത്യപരമായി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഒരിടം ഇവിടെ ഉണ്ട്. ആ ഇടം ഉണ്ടായേ പറ്റൂ, അല്ലാതെ ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാനേ കഴിയില്ല. രണ്ടാമത്തേത്, എനിക്കിതിൻ്റെ വർഗീയത രണ്ടും ധാർമ്മികമായി തെറ്റാണ് എന്ന് പറയുമ്പോഴും എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ രണ്ട് വർഗീയതകളുടെയും പ്രഹരശേഷി, അതിൻ്റെ പ്രഹരശേഷി ഒന്നാണ് നമ്മൾ വിചാരിച്ചു പോകരുത്. 1,76,000 സ്കൂൾ നടത്തുന്ന ഇന്ത്യയുടെ ഡീപ്പ് സ്റ്റേറ്റായി മാറിക്കഴിഞ്ഞ, പ്രതിവർഷം അവരുടെ UPSC ട്രെയിനിങ് ഏജൻസി വഴി 400 IPS IAS ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കുന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണയന്ത്രം എന്ന രാഷ്ട്രീയ മൂലധനം കൈകാര്യം ചെയ്യുന്ന BJP-യെ, നരേന്ദ്രമോദിയെ നിയന്ത്രിക്കാൻ കഴിയുന്ന, ലോകത്തിന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഫാഷിസ്റ്റ് സംഘടനയായ RSS-ഉം മറുഭാഗത്തുള്ളതും ഒരുപോലെയാണ് എന്ന സമീകരണത്തിലേക്ക് പോയാൽ ഞാൻ നിങ്ങളോട് പറയാണ്, നമുക്ക് അപകടം സംഭവിക്കും. രണ്ടും ധാർമ്മികമായി ഒരുപോലെയാണ്. അധികമായി ഞാൻ പറയുന്നു, ഇവിടെ ന്യൂനപക്ഷ തീവ്രവാദത്തെ അല്ലെങ്കിൽ വർഗീയവാദത്തെ ശക്തിപ്പെടുത്തുന്നവർക്കെതിരെ ആദ്യം അവരുടെ മുന്നിൽ പ്രതിരോധം ഉയർത്തേണ്ടത് ഞങ്ങളുടെ രാഷ്ട്രീയ ബാധ്യതയാണ് എന്ന ഒരു അധിക ബാധ്യത, ഒരു ധാർമ്മിക ബാധ്യത ഞങ്ങൾക്കുണ്ട്. മുസ്ലിം സ്വത്ത് രാഷ്ട്രീയം സംസാരിക്കുന്നവർ എന്ന നിലക്ക് ഞങ്ങൾക്കുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോൾ തന്നെ ശരിയായ രാഷ്ട്രീയ തിരിച്ചറിവുകൾ, കൃത്യമായ അളന്നു തൂക്കങ്ങൾ, കൃത്യമായ സമീകരണങ്ങൾ, കൃത്യമായ പ്രയോറിറ്റികൾ നമുക്കുണ്ടാവണമെന്ന് തന്നെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ വാളയാർ ചുരമങ്ങ് കടന്നാൽ നമ്മളൊക്കെ പൊതുവായി പങ്കുവെക്കുന്ന മേഖലകളാണ് അധികവും. അവിടെയാണ് സഖാവ് അമ്രാറാമിന് സ്ഥാനാർത്ഥിയാവാൻ പറ്റുന്നത്, അമ്രാറാറിന് വേണ്ടി കോൺഗ്രസ്സുകാർക്ക് വോട്ട് പിടിക്കാൻ പറ്റുന്നത്. ആകെ 10 വോട്ടേ അവിടെ ഉള്ളുവെങ്കിലും ആ മുസ്ലിം ലീഗുകാരോട് ചുറ്റുകാരുവാൾ നക്ഷത്രത്തിൽ രാവിലെ തന്നെ പോയി വോട്ട് ചെയ്യണം എന്ന് ഞങ്ങൾ പറയുന്നത്. വിശാലമായ ഇടങ്ങളെ കേരളത്തിൽ നമുക്ക് ചുരുക്കേണ്ടി വരുന്നുണ്ട്. ഞാൻ ചുരുക്കാണ്. അത് കേരളത്തിൻ്റെ ഒരു സവിശേഷ രാഷ്ട്രീയ സാഹചര്യമാണ്. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സമീപനങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വിമർശനങ്ങളുണ്ട്. അത് ഞങ്ങളുടെ ബോധ്യമാണ്. വസീഫ് പറഞ്ഞത് വസീഫിൻ്റെ ബോധ്യമാണ്. ആ ബോധ്യങ്ങളാകെ അടിയറ വെച്ചിട്ടല്ല അദ്ദേഹം അവിടെ ഇരിക്കുക. ആ ബോധ്യങ്ങളെയൊന്നും പുറത്തടിയറ വെച്ചിട്ടല്ല ഞാനിവിടേക്ക് വന്നത്. ആ ബോധ്യങ്ങളും വിയോജിപ്പുകളും ഉള്ളപ്പോൾ തന്നെ ഈ സംവാദങ്ങളുടെ ജനാധിപത്യ സ്വഭാവത്തെ ഒരു വട്ടം കൂടി ഞാൻ അഭിവാദ്യം ചെയ്യാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജിസ്മാനോട് ചെറിയൊരു അഭിപ്രായം സൂചിപ്പിക്കാനുണ്ട്. ഞാൻ ഷിബു പറഞ്ഞതിനോട് ചെറുതായി ഒന്ന് വിയോജിക്കുകയാണ്. കാരണം ഭൂരിപക്ഷ വർഗീയതയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും എല്ലാം ഒരുപോലെ തന്നെ എതിർക്കപ്പെടേണ്ടതാണ്. അതിനകത്തൊരു തർക്കവുമില്ല. കാരണം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എല്ലാം നമ്മുടെ നാടിനാപത്താണ്. പക്ഷേ ഭൂരിപക്ഷ വർഗീയത എക്കാലവും വളരുവാൻ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വർഗീയതയാണ്. ആ ന്യൂനപക്ഷ വർഗീയതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഭൂരിപക്ഷത്തിനിടയിൽ വർഗീയതയെ ആളിക്കത്തിക്കുന്നത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇന്ധനമായി ഒരിക്കലും മാറാൻ പാടില്ല. അത് തന്നെയാണ് ഹിറ്റ്ലറും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയ ഫാസിസ്റ്റുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയതയെ, കാരണം ഒരു ശത്രു ആരാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ആ ശത്രുവിനെ പെരുപ്പിച്ച് കാണിക്കുകയും ആ ശത്രുവിനെ ഉപയോഗിച്ചുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ലോകത്തിലെല്ലാ ഫാസിസ്റ്റുകളും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ തന്നെ എതിർക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത്. രണ്ടും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്ന് പറയാതെ നമുക്ക് പോകാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ സംസാരം ഇവിടെ ചുരുക്കം, ഇനിയും എത്രയോ സമയം മണിക്കൂറുകൾ എടുത്താലും വളരെ പ്രധാനപ്പെട്ട 4 നേതാക്കൾ, ഇവർക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ട അത്തരമൊരു വളരെ ഗൗരവമുള്ള വിഷയമായിരുന്നു സർഗാത്മക യൗവനം പൊതുജീവിതത്തിൽ എന്നുള്ളത്. പക്ഷേ നമ്മുടെ അടുത്ത സെഷൻ്റെ ഗസ്റ്റുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ സെഷനിൽ പങ്കെടുത്ത 4 നേതാക്കൾക്കും സ്നേഹം അറിയിക്കുന്നതോടൊപ്പം ഇവിടെ സംസാരം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. നന്ദി, നിർത്തുന്നു.